ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അറ്റ് ദ റേറ്റ് പാട്ടും മുത്തും 5811 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാട്ടല്ല, ഇന്ന് ഞാൻ ഞാൻ വെസ്റ്റ് ബംഗാളിലാണുള്ളത്. ഞാൻ വൈഫും കൂടി വെസ്റ്റ് ബംഗാളിൽ വന്നിരുന്നു. വെസ്റ്റ് ബംഗാളിലുള്ള ഒന്ന് രണ്ട് കാഴ്ചകളാണ് ഇപ്പോൾ ഈ അടുത്ത എപ്പിസോഡിലൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ കോളേജ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എന്താണ് കോളേജ് സ്ട്രീറ്റ്? ഞാനിപ്പോൾ താമസിക്കുന്നത് ഹൗറയ്ക്ക് അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, 11 കിലോമീറ്ററോളം ഊബറിൽ പോകണം. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ഊബർ വിളിച്ച് പോയതാണ്. അപ്പോൾ ഈ കോളേജ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും 1800-കളിൽ ബ്രിട്ടീഷ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് സ്ഥാപിച്ച ഒരു കോളേജ് ഉണ്ട്. അങ്ങനെയാണ് ആ MG റോഡിൽ ഒരു കോളേജ് സ്ഥാപിച്ചു. മെട്രോ സ്റ്റേഷൻ അടുത്താണ്. ഇപ്പോഴത്തെ 1817 ഡേവിഡ് ഹാരെ ആണ് ഈ ഒരു സ്ട്രീറ്റിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്. അപ്പോൾ ഈ സ്ഥാപിച്ചതിന് അന്ന് മുതൽക്കാണ് ഇത് കോളേജ് സ്ട്രീറ്റ് എന്നുള്ള പേര് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ധാരാളം പുസ്തകങ്ങൾ കിട്ടും, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ പഴയ പുസ്തകങ്ങളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് ഈ കോളേജ് സ്ട്രീറ്റിലുള്ള പഴയ പുസ്തകത്തിൻ്റെ മാർക്കറ്റ്. എന്ന് വെച്ചാൽ 100 കണക്കിന് ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. നമുക്ക് അത്ഭുതം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഏത് തരത്തിലുള്ള പുസ്തകങ്ങളും വേണമെങ്കിൽ കിട്ടും. 50 രൂപ പുസ്തകങ്ങൾ, 100 രൂപ പുസ്തകങ്ങൾ, പിന്നെ ഫോറിൻ എഡിഷൻ പുസ്തകങ്ങൾ, അതുപോലെ ഈ സ്റ്റഡി പർപ്പസിനുള്ള മെഡിക്കൽ ബുക്സ്, സയൻസ് ബുക്സ്, അക്കാഡമിക് സ്റ്റഡീസിനുള്ള ബുക്ക്, പിന്നെ അതുപോലെ നോവൽസ്, ഹാരി പോട്ടർ ടൈപ്പുള്ള നോവൽസ്, അതുപോലെ ഏത് പുസ്തകങ്ങൾ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ ഡോളറിലൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസയൊക്കെ കുറഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റ്. പിന്നെ പുതിയ പുസ്തകങ്ങൾ ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ വളരെ വിശാലമായിട്ട്, അതായത് കുറച്ച് ചെറിയ ചെറിയ കടകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അവിടെ എല്ലാം പുസ്തകത്തിൻ്റെ കടകൾ. ഒരു 4 സ്ട്രീറ്റിൽ കംപ്ലീറ്റ് പുസ്തകത്തിൻ്റെ കടകളാണ്. അപ്പോൾ ഏത് തരം, ഞാൻ എന്നിട്ട് മലയാള പുസ്തകങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കി. പക്ഷെ മലയാള പുസ്തകങ്ങളുടെ ഇവിടെ ചിലവാകില്ല, അതുകൊണ്ട് അവർ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റ് ഏത് പുസ്തകം വേണമെങ്കിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഞങ്ങൾ തിരഞ്ഞിട്ട് 2 പുസ്തകങ്ങൾ വാങ്ങി. നമ്മളെ നോക്കിയാൽ നമ്മളങ്ങോട്ട് വിളിക്കും, അതാണ്. പിന്നെ വേറെ രസകരമായ കാര്യം ചോദിച്ചു. ഞാനൊരു പുസ്തകം ഞാൻ നോക്കി, അപ്പോൾ അവർ പറഞ്ഞു ഹിന്ദിയിലാണ്. നമുക്ക് എത്ര ഹിന്ദി ഫ്ലുവൻ്റ് അല്ലെങ്കിൽ ഉള്ള മുറി ഹിന്ദി വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വായിച്ചിട്ട് 250 രൂപയാണ് ബുക്കിന്. അപ്പോൾ 250 രൂപ തന്നിട്ട് ബുക്ക് വാങ്ങിക്കുക. വായിച്ചുകൊണ്ട് ബുക്ക് തിരിച്ചു തന്നാൽ 200 രൂപ തിരിച്ചു തരാമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക്. അതിൻ്റെ കുറച്ച് ഫോട്ടോസും ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. വളരെയധികം നല്ല ഒരു അനുഭവമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പിന്നെ അവിടെ വേറൊരു കാര്യം കണ്ടത്, സംസ്കൃത കോളേജ്. ആദ്യമായിട്ടാണ് അവിടെ ഒരു സംസ്കൃത കോളേജ്, അതും ഈ 1800-കളിൽ സ്ഥാപിച്ചതാണ്. സംസ്കൃത കോളേജ്. അത് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ അവിടെ ഈ മെട്രോ റെയിലുണ്ട്, അതുപോലെ ട്രാംസ് എന്നുള്ള സാധനമുണ്ട്. അത് ഇവിടെ കൽക്കട്ടയിൽ മാത്രമുള്ളതാണ് ട്രാംസ്, വെസ്റ്റ് ബംഗാൾ കൽക്കട്ട. ട്രാംസ് എന്നാൽ റോഡിൽ കൂടെ തന്നെ റെയിലും ഉണ്ടാവും. അപ്പോൾ റോഡിൽ ഒരു സൈഡിൽ കൂടെ ബസ് പോകും, മറ്റേ സൈഡിൽ ട്രെയിനും പോകും. അപ്പോൾ ഇത് ഇലക്ട്രിക് ട്രെയിനാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടെന്നാണ്. 1873 ഇത് കുതിരകൾ വലിക്കുന്ന ട്രാംസ് ആയിരുന്നു. പിന്നെ അത് 1883 ആയപ്പോഴേക്കും അത് ആവിയിൽ പോകുന്ന ട്രാംസ് ആയി. പിന്നെ 1902 ആയപ്പോഴത്തേക്ക് ഇലക്ട്രിക്കിൽ ഓടുന്ന, ഇപ്പോൾ ഇലക്ട്രിക്കിൽ ഓടുന്ന ട്രാംസ് ആണുള്ളത്. അപ്പോൾ അത്രയും മെട്രോപൊളിറ്റൻ സിറ്റിയാണല്ലോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ തിരക്കിന് ആൾക്കാർക്ക് പെട്ടെന്ന് ചെറിയ ദൂരത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. വളരെ രസമാണ് കാണാൻ. കാരണം റോഡ് കൂടെ തന്നെ ട്രെയിനും പോകുക എന്ന് പറയുമ്പോൾ ആദ്യം കണ്ടാൽ നമുക്കൊരു അത്ഭുതം തോന്നി. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ച അവിടെ കണ്ടു. പിന്നെ ഈ പുസ്തകങ്ങളുടെ ലോകം, അതൊരു ലോകം തന്നെയാണ് കേട്ടോ, പുസ്തക ലോകം. അപ്പം എന്തായാലും ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അടിച്ചു നോക്കിയപ്പോൾ അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഏകദേശം ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു 60 മീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഏതായാലും മാപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള മോഡൽ അപ്സ്റ്റെയറിലാണ്. 2-3 കോണി ഇങ്ങനെ കയറി തിരിഞ്ഞ് പോകണം. അപ്പോൾ അങ്ങനെ കയറി നോക്കിയപ്പോൾ ശരിക്കും പഴയ മേശകൾ, ഈ 4 ആൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ ഇതാണ്, ചതുരത്തിലുള്ള ചെറിയ മേശകൾ, 4 ആൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ മേശയൊക്കെ ഇങ്ങനെ കാലൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. അത്രയും പഴക്കമുണ്ടാകുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ തലപ്പാവൊക്കെ വെച്ച സപ്ലയർമാർ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ മെനു കാർഡൊക്കെ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയ ഫ്രൈഡ് റൈസ് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു, കഴിച്ചു. നല്ലൊരു സെറ്റപ്പ്. കാരണം നമുക്കെന്താ വെച്ചാൽ ഇന്ത്യൻ കോഫി ഹൗസ് നമുക്കൊരു എന്താ പറയുക, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, മഞ്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ഭക്ഷണം കിട്ടും. ഒരു അമിത ചാർജ് ഇല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ഭക്ഷണം കിട്ടുന്ന
ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ളൊരു ധാരണ പല ആളുകൾക്കുണ്ട്. അപ്പോൾ ഞാനൊക്കെ മിക്കവാറും അങ്ങനെ കണ്ണൂർ അങ്ങനെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടെങ്കിൽ ഗുരുവായൂരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വലിയൊരു അറക്കൽ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഊബർ വിളിച്ചാണ് ഞങ്ങൾ തിരിച്ച് ഈ ഷിപ്പൂരിൽ ഷാലിമാർ സ്റ്റേഷനടുത്ത് ഷിപ്പൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് താമസിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെറിയ മോള് ഇവിടെ IIEST ഷിപ്പൂർ ഇവിടെ NIT-യിൽ PhD ചെയ്യുന്നുണ്ട്. അതായത് ജിയോ ഫിസിക്സ് എന്ന വിഷയത്തിലാണ് PhD ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൾ അപ്പോൾ ഓണത്തിന് പ്രാവശ്യം ഇങ്ങോട്ട് വരാമെന്ന രീതിയിൽ ഞാനും വൈഫും കൂടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചാനലിൽ ഇനി അടുത്ത നമ്മൾ നാളെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രൈബൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള എക്കോ പാർക്കിലാണ്. അപ്പോൾ എക്കോ പാർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഈ ചാനൽ പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.